അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മൾ ഇവിടെ ജമ്മുൽ മുദക്കർ സാലിമിലേക്ക് ഇൽഹാഖ് ചെയ്യപ്പെട്ട ചേർക്കപ്പെട്ട പദങ്ങളെ ഗ്രന്ഥകാരൻ കോർത്തതാണ് ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി വരുന്നത്. അത് നമ്മൾ പറഞ്ഞു, വശിബിഹിദൈനി വബിഹി ഇശ്റൂന വബാബുഹു ഉൽഹിഖ വൽ അഹ്ലൂന ഉലു വഅലമൂന ഇല്ലിയൂന വഅറദൂന ശദ്ദ വസ്സീനൂന. ഇതുവരെ നമ്മൾ പറഞ്ഞു. വബിഹി ഇശ്റൂന വബാബുഹു ഉൽഹിഖ, ജമ്മുൽ മുദക്കർ സാലിബിലേക്ക് ഇശ്റൂനയും അതിൻ്റെ ബാബും ചേർക്കപ്പെട്ടിരിക്കുന്നു. അത് ചേർക്കപ്പെടാൻ കാരണം അതിനെന്തില്ല, പിന്നെ ആ പദത്തിൽ നിന്ന് ഏകവചനം ഇല്ല എന്നതാണ്. ഷർത്ത് ഒക്കാത്ത നിലക്കാണത് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ ജമ്മു മുദക്കർ സാലിമിലേക്ക് ഇൽഹാഖ് ചെയ്തത്, ജമ്മുൽ മുദക്കർ സാലിമായി എണ്ണപ്പെടാത്തത്. പിന്നെ പറഞ്ഞു വൽ അഹ്ലൂന, അഹ്ലൂന എന്നതും. അഹ്ലൂന എന്നത് എന്താണ്? അത് ഇസ്മാണ്, പക്ഷേ അത് അലമല്ല. അഹ്ൽ അതിൻ്റെ ബഹുവചനാണ് അൽ അഹ്ലൂന. പക്ഷെ അത് ജമ്മുൽ മുദക്കർ സാലിമല്ല, അതിലേക്ക് ഇൽഹാഖ് ചെയ്യപ്പെട്ടതാണ്. കാരണം അതിൻ്റെ മുഫ്രദായി പറയപ്പെടുന്നത് ഒരിക്കലും എന്തല്ല, ആലമല്ല എന്നുള്ളതാണ്. പിന്നെ ഉലു എന്നതും ഇശ്റൂനെ പോലെ അതിനെന്തില്ല, മുഫ്രദ് അതിൽ നിന്നില്ല. ആലമൂന, ആലം എന്നുള്ളത് ആലമല്ല, വർഗനാമമാണ്, അതിൻ്റെ ബഹുവചനമാണ് ആലമൂൻ എന്നത്. അതുകൊണ്ട് അത് ജമ്മു മുദക്കർ സാലിമല്ല, അത് അതിലേക്ക് ഇൽഹാഖ് ചെയ്യപ്പെട്ടതാണ്. അതേപോലെ തന്നെയാണ് ഇല്ലിയൂന, ഇല്ലിയൂന എന്നുള്ളത് പിന്നെ ഇല്ലിയൂന എന്നുള്ളത് ജമ്മുൽ മുദക്കർ സാലിമിലേക്ക് ഇൽഹാഖ് ചെയ്യപ്പെട്ടത്. കാരണം അത് ഒരു മുദക്കറിനുള്ള അലമല്ല, മുദക്കറിനുള്ള അലം അല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആഖിലായ മുദക്കറിനുള്ള അലമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണത് അതിലേക്ക് ഇൽഹാഖ് ചെയ്യപ്പെട്ടത്. നമ്മൾ പറഞ്ഞു അറദൂൻ എന്നുള്ളത് ശബ്ദ വളരെ വിരളമായി വരുന്ന ജമ്മാണ് അർദിൻ്റെ. അത് അർദൂന എന്നുള്ളതും ഇൽഹാഖ് ചെയ്യപ്പെടാൻ കാരണം അതെന്താണ്, അത് മുദക്കറായ ആഖിലായ വ്യക്തിക്കുള്ള അലം അല്ല എന്നുള്ളതാണ്. തയ്യിബ്. വസ്സിനൂന, ഇനി നമുക്കിതാണ് മനസ്സിലാക്കാനുള്ളത്. വസ്സിനൂന വബാബുഹു, സിനൂനയും അതിൻ്റെ ബാബും. ഇശ്റൂന വബാബുഹു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ അസ്സിനൂന, സിനൂനയും വബാബുഹു. എന്താണ് സിനൂനയും അതിൻ്റെ ബാബും? അതാണ് സനത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഇവിടെ സിനൂൻ. സിനൂൻ അതിൻ്റെ ബാബിൽപ്പെട്ടതാണെന്ത്, പിന്നെ മിഅത്തുൻ, മിഊൻ. അതേപോലെ തന്നെ സുബത്തുൻ, സുബൂൻ. ഇതൊക്കെ പിന്നെ ഈ ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ സെനത്തുൻ, മിഅത്തുൻ, സുബത്തുൻ, ഇതിലൊക്കെ താണ്ട്. ഈ താ ഈ പദങ്ങളിൽ അസലിലുള്ള തായല്ല. ഇപ്പം സനത്തുൻ എന്നുള്ളതിൻ്റെ മറ്റൊരു ബഹുവചനാണ് സനവാത്തുൻ. സനവാത്തുൻ ഉണ്ടോ? സനത്തുൻ എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും, സനവാത്തുൻ എന്നും പറയും അതിൻ്റെ ജമ്മ. അവിടെ നോക്കൂ, ഇവിടെ ഒരു വാവുണ്ട്, സീന് നൂന് കഴിഞ്ഞിട്ട് വാവുണ്ട്. ഇവിടെ സീൻ നൂന് കഴിഞ്ഞിട്ട് തായാണ്. അപ്പോൾ ഈ വാവ് ഇതിൻ്റെ ലാം ഫിഅൽ എന്ന് പറയും. അതിനെ കളഞ്ഞിട്ടാണ് ഇവിടെ ഈ താ കൊണ്ടുവന്നത്. അത് മിഅത്തിലും സുബത്തിലൊക്കെ അങ്ങനെയാണ്. പിന്നെ മൂന്നാമത്തെ അക്ഷരം ലാം ഫിഅൽ കളഞ്ഞ് അതിന് പകരം താ കൊണ്ടുവരിക. എന്നിട്ട് പിന്നെ അങ്ങനെ ഉള്ള മുഫ്രദ് ഏകവചനങ്ങളെ ഈ രീതിയിൽ ജമ്മാക്കുക. സിനൂൻ, മിഊൻ, സുബൂൻ, സിനീൻ, മിഈൻ, സുബീൻ, ഇങ്ങനെ ജമ്മാക്കുക. മനസ്സിലായി? അതാണ് ഇവിടെ വസ്സിനൂന വബാബുഹു, സിനൂനയും അതിൻ്റെ ബാബും എന്ന് പറയാൻ കാരണം സിനൂനയും അതിൻ്റെ ബാബിൽപ്പെട്ട, അധ്യായത്തിൽപ്പെട്ട, വകുപ്പിൽപ്പെട്ട പ്രയോഗങ്ങളും എന്നാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അതാണ് നമ്മൾ പറഞ്ഞത്. ഈ സിനൂൻ എന്നുള്ളത് ജമ്മാണ്, പക്ഷെ അത് ജമ്മുൽ മുദക്കർ സാലിമിലേക്ക് ഇൽഹാഖ് ചെയ്യപ്പെട്ടു. കാരണം സിനത്തുൻ എന്നതിൻ്റെ ബഹുവചനാണ് സിനൂൻ എന്നുള്ളത്. സിനത്തുൻ എന്നുള്ളത് നോക്കിയത് മുഅന്നസാണ്, സ്ത്രീലിംഗാണ്. നമ്മൾ പറഞ്ഞു മുദക്കറിൻ്റെ അലമായിരിക്കണം എന്നുള്ളത്. പക്ഷേ ഇത് മുഅന്നസാണ്, പിന്നെ ഇത് അലമല്ല സിനൂൻ എന്നുള്ളത്. മനസ്സിലല്ലേ? പിന്നെ അത് ആഖിലിനുള്ളതല്ല.
അപ്പോൾ കുറേ ഷർത്തുകൾ എന്ത് ചെയ്തിട്ടില്ല, ഒത്തിട്ടില്ല. ജമ്മു മുദക്കർ സാലിമാക്കാനുള്ള കുറേ ഷർത്തുകൾ ഒത്തിട്ടില്ല ആർക്ക്? ഈ സിനൂൻ എന്നുള്ളതിന്. അതുകൊണ്ട് സിനൂൻ എന്നുള്ളത് ജമ്മുൽ മുദക്കർ സാലിമല്ല. വാവ് കൊണ്ട് അതിന് റഫ് ചെയ്യും, യാ കൊണ്ട് ജറുൻ നസ്ബും ചെയ്യും. പക്ഷേ അതെന്തല്ല, ജമ്മുൽ മുദക്കർ സാലിമിൽ പെട്ടതല്ല, അതിലേക്ക് ചേർക്കപ്പെട്ടതാണ്. പിന്നെ അതിൻ്റെ ബാബും ഇതേപോലെ തന്നെയാണ് എന്ന് പറഞ്ഞു. ജമ്മു മുദക്കർ സാലിമിലേക്ക് ഇൽഹാക്കാണ്. എന്താണ് ഇതിൻ്റെ ബാബ്? അതിൻ്റെ ബാബ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. ചില മുഫ്രദായ പ്രയോഗങ്ങൾ അതിൻ്റെ അവസാനത്തെ അക്ഷരം കളഞ്ഞ് അതിന് പകരം താഉ തൈനീസ് അല്ലെങ്കിൽ പിന്നെ ഹാത്ത അത് കൊണ്ടുവരിക, താഉ തൈനീസിൽ മുതഹരികത്ത് കൊണ്ടുവരിക, എന്നിട്ട് അതിന് ഈ രീതിയിൽ ജമ്മ ഉണ്ടാക്കുക. അങ്ങനെ ചില പദങ്ങളുണ്ട്. ആ പദങ്ങളെയാണ് സിനൂനയും അതിൻ്റെ ബാബും എന്ന് പറയുക. സിനൂനയും അതിൻ്റെ ബാബും എന്ന് പറയുക. ഉണ്ടോ? ഈ താ ഒന്നും ഇവിടെ ഈ പദത്തിൻ്റെ അസിലിൽപ്പെട്ടതല്ല. അസിൽപ്പെട്ടതല്ല എന്ന് അറിയിക്കാനുള്ള തെളിവ് ഇതെന്താണ്? കണ്ടോ, ഇവിടെ സിനത്തുൻ എന്നുള്ളതിൻ്റെ മറ്റൊരു ജമാണ് സനവാത്തുൻ. വാവാണ് അസില്, പക്ഷെ അത് കളഞ്ഞിട്ടാണ് ഇവിടെ താ കൊണ്ടുവന്ന് മനസ്സിലായി. അതേപോലെയാണ് ഈ പ്രയോഗമൊക്കെ. ഓക്കെ, അപ്പോൾ സനത്തുൻ, സിനൂൻ, മിഅത്തുൻ, മിഊൻ, സുബത്തുൻ, സുബൂൻ എന്നുള്ളതൊക്കെ സിനൂന ബാബിൽപ്പെട്ട പദങ്ങളാണ്. സിനൂന ബാബിൽപ്പെട്ട പദങ്ങളാണ്. ഈ വസ്സിനൂന സിനൂനയും വബാബു അതിൻ്റെ ബാബും എന്നാൽ ഈ മിയത്ത് അതേപോലെ തന്നെ സുബത്ത് ഇങ്ങനെയുള്ള പിന്നെ പദങ്ങളുടെ ജമ മിഊൻ, സുബൂൻ എന്നിവയും എന്താണ്? അതും വബിഹി ഉൽഹഖ് ജമ്മുൽ മുദക്കർ സാലിമിലേക്ക് ഇൽഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇൽഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. തയ്യിബ്. ഇനി ഗ്രന്ഥകാരൻ പറയുന്നു വമിസ്ല ഹീനിൻ ഖദ് യരിദ് ദൽ ബാബു വഹുവ ഇൻദ ഖൗമി യത്തരിദ്. വമിസ്ല ഹീനിൻ ഹീനിനെ പോലെ ഖദ് യരിദു ചിലപ്പോൾ വരും ദൽ ബാബു ഈ ബാബ്. ഏത് ബാബ്? സിനൂനയും അതിൻ്റെ ബാബും. എന്താണ് ഈ പറഞ്ഞത്? വമിസ്ല ഹീനിൻ ഹീനിനെ പോലെ ഖദ് യരിദ് ചിലപ്പോൾ വരും ദൽ ബാബു ഈ ബാബ്, സിനൂനയുടെ ബാബ് എന്നാണ്. നമുക്കത് മനസ്സിലാക്കാം. ഇപ്പം ഹീനുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹീനുൻ എന്നത് ഇത് നോക്കി നിങ്ങൾ, യാ ഉണ്ട്, അവസാനത്തിൽ നൂനും ഉണ്ട്. ഹീന കണ്ടോ? ഹീന ഹീന. അപ്പോൾ നമ്മൾ മുസ്ലിമീന യാ ഉണ്ട്, നൂനും ഉണ്ട്. മുത്തഖീന അതേപോലെയാണ്, അവസാനത്തിൽ യാവും നൂനും. യാക്ക് മുമ്പ് കസ്റാണ്, നൂന് ഫതഹത്തുമാണ്. അപ്പോൾ ഈ ഹീനിൻ്റെ പ്രത്യേകത എന്താണ്? ഹീനിൻ്റെ പ്രത്യേകത അതിനെ ഹീനുൻ എന്ന് പ്രയോഗിക്കും. അതേപോലെ തന്നെ ഹീനൻ എന്ന് പറയും. അതേപോലെ തന്നെ ഹീനിൻ എന്നും പറയും. ഹീനും മിനദ്ദഹരി ഹീനുൻ ഉണ്ടോ? യാ ഉണ്ട്, നൂനിനാണ് ഹർക്കത്ത് വെളിവായത്. പിന്നെ ഹീനൻ മക്കസ്തു ഹീനൻ ഉണ്ടോ? അവിടെ യാ ഉണ്ട്, പക്ഷേ ഇറാബ് വെളിവായത് നൂനിലാണ്. ഹീനിൻ ഉണ്ടോ? യാ അവിടെ ഉണ്ട്, പക്ഷേ നൂനിലാണ് ഇറാബ് വെളിവായത്. ജമ്മുൽ മുദക്കർ സാലിമിൽ ഇറാബ് ഹറക്കത്ത് കൊണ്ടല്ല, പിന്നെയോ ഈ ഹർഫുകൾ കൊണ്ടാണ്. യാ കൊണ്ടും വാവ് കൊണ്ടാണ്. അപ്പോൾ ജമ്മുൽ മുദക്കർ സാലിമിൽ വാവ് കൊണ്ടും യാവ് കൊണ്ടുമാണ് ഹർക്കത്തിനുള്ള ഏറാബിനുള്ള അടയാളം യാവും വാവുമാണ് ജമ്മുൽ മുദക്കർ സാലിമിൽ. പക്ഷേ ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നു സിനൂനയും അതിൻ്റെ ബാബും അത് ഹീനിനെ പോലെ കതിയരുത് ചിലപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനൂനക്കും അതിൻ്റെ ബാബിനും അതിൻ്റെ നൂനിലായിരിക്കും ഇറാബ് വെളിപ്പെടുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സിനീന ഇതാണല്ലോ ജമ്മ് അല്ലേ? സിനീനൻ സിനീനുൻ കണ്ടാ. ശരിക്ക് മുസ്ലിമീന എന്നുള്ളത് ഞാൻ എപ്പോഴും മഫ്തൂഹായിരിക്കും. ഇറാബ് ഇവിടെയാണ്, യായിലാണ്.
മുസ്ലിമീന, നസ്ബിൻ്റെയും ജറിൻ്റെയും സമയത്ത്. റഫാണെങ്കിൽ മുസ്ലിമൂന. കണ്ടാ, യായിലാണ് ഇറാബ്, യായിലാണ് ഇറാബ്. പക്ഷേ സിനൂന എന്നുള്ളത് ജമ്മു മുദക്കർ സാലിം അല്ല, പക്ഷേ അതിലേക്ക് ഇൽഹാക്ക് ചെയ്യപ്പെടുന്നതാണ്. സിനൂനയും അതിൻ്റെ ബാബും, അതിൻ്റെ ബാബിൽപ്പെട്ട മീന അതേപോലെ സുബൂന എന്നുള്ളതൊക്കെ അതിൽ പെട്ടതാണ്. ഇവിടെ ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, എന്നാൽ ഈ ജമ്മുൽ മുദക്കർ സാലിമിൻ്റെയും അതിൻ്റെ മുൽഹക്കായ ഇഷ്റൂന, ഉലു, ആലമൂന, ഇല്ലിയൂന, അർദൂന, അഹ്ലൂന, ഇതിനൊന്നും സ്വഭാവമല്ലായിരിക്കും ഈ സിനൂനക്ക്. സിനൂനയെ സംബന്ധിച്ചിടത്തോളം അത് ജമ്മുൽ മുദക്കർ സാലിമിൻ്റെ ഹറഫ് കൊണ്ടുള്ള ഇറാബിന് പകരം എന്ത് ചെയ്യും, അതിൻ്റെ ഇറാബ് അതിൻ്റെ നൂനിൽ അവസാനത്തിൽ വെളിപ്പെടും. സിനൂനുൻ, സിനീനുൻ, സിനീനൻ, സിനീനിൻ, ഇങ്ങനെ ഏതിൽ വെളിപ്പെടുന്നത് പോലെ, ഹീനുൻ എന്നതിൽ വെളിപ്പെടുന്നത് പോലെ. ഹീനുൻ എന്നുള്ളത് ഹീനുൻ, ഹീനൻ വക്തുൻ എന്ന അർത്ഥത്തിലാണ്, സമയം എന്ന അർത്ഥത്തിലാണ്. ഹാദാ ഹീനുൻ, ഇതൊരു സമയമാകുന്നു. മകസ്തു ഹീനൻ, മനസ്സിലായി, ഇങ്ങനെ പ്രയോഗിക്കും. ഇൻതളർതു ഇലാ ഹീനിൻ, ഞാനൊരു ഹീനിലേക്ക് സമയത്തേക്ക് വെയിറ്റ് ചെയ്തു. ഹീനിൻ കണ്ടോ, ഇതിൻ്റെ ഇറാബ് വെളിപ്പെട്ടത് അവസാനത്തെ നൂനിലാണ്. ഹീനുൻ, ഹീനൻ, ഹീനിൻ, ഇത് ജമ്മൊന്നുമല്ല. പക്ഷേ ഈ ഹീനിനെ പോലെ ആര് പെരുമാറും? ജമ്മുൽ മുദക്കർ സാലിം എന്നിലേക്ക് ഇൽഹാക്ക് ചെയ്യപ്പെട്ട ഈ സിനൂനയും അതിൻ്റെ ബാബും പെരുമാറും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. യാവ് കൊണ്ട് നസ്ബും ചെറും ചെയ്യാതെ പിന്നെ ഈ ഹീനുൻ എന്നതിൽ അവസാനത്തെ അക്ഷരത്തിൽ പിന്നെ ഹറക്കത്ത് കൊണ്ട് ഇറാബ് വെളിപ്പെടും, യാഇനെ സ്ഥിരപ്പെടുത്തി. അങ്ങനെയാണല്ലോ ഹീൻ്റെ പ്രത്യേകത, അതാണ്. ഇതേപോലെ ജമ്മുൽ മുദക്കർ സാലിമിലേക്ക് ഇൽഹാക്ക് ചെയ്യപ്പെട്ട സിനൂനയും അതിൻ്റെ ബാബും എന്ത് ചെയ്യും, ചിലപ്പോൾ അതിൻ്റെ ഇറാബിനെ വെളിപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ യാഇനെ നിലനിർത്തി അവസാന നൂനിൽ അതിൻ്റെ ഇറാബ് ഹറക്കത്തുകൾ കൊണ്ട് വെളിപ്പെടും. റഫ് ദമ്മത്ത് കൊണ്ടും നസ്ബ് ഫതഹത്ത് കൊണ്ടും ജറ് കസ്റത്ത് കൊണ്ടും വെളിപ്പെടും. ഇത് സിനൂന ബാബിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഖദ് യരിദു ദൽ ബാബു, ഖദ് യരിദു ചിലപ്പോൾ വരും, ദൽ ബാബു ഈ ബാബ് എന്ന് പറഞ്ഞാൽ അസിനൂന വ ബാബുഹു, സിനൂനയും അതിൻ്റെ ബാബും ഇങ്ങനെ ചിലപ്പോൾ വരും. അതാണ് വമിസ്ല ഹീനിൻ ഖദ് യരിദു ദൽ ബാബു, ദൽ ബാബ് എന്ന് പറഞ്ഞാൽ ഹാ ദൽ ബാബ്, ഈ ബാബ് പറഞ്ഞാൽ തൊട്ട് അടുത്തേക്കാണ് ഇഷാറത്ത്, സിനൂനയും അതിൻ്റെ ബാബും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമ്മളോട് മനസ്സിലാക്കിയത്. വമിസ്ല ഹീനിൻ, ഹീനിനെ പോലെ ഖദ് യരിദു ദൽ ബാബു എന്നാണ്. ഹീൻ എന്നുള്ളതും അതെന്തല്ല ജമ്മു മുദക്കർ സാലിമും അല്ല, അതിലേക്ക് ഇൽഹാക്ക് ചെയ്യപ്പെട്ടൊരു പദമല്ല. പിന്നെയോ ഹീനുൻ എന്നുള്ളത് വഖ്തുൻ എന്ന അർത്ഥത്തിൽ അവസാനത്തിൽ യാ ഉൻ നൂനും ഉള്ളൊരു പദമാണ്. ഈ പദത്തിൽ പിന്നെ നൂനിൽ എങ്ങനെയാണോ ഇറാബ് ഒഴിവാകുന്നത് അതേപോലെ പിന്നെ ഈ യാഇനെ നിലനിർത്തി ജമ്മുൽ മുദക്കർ സാലിമിലേക്ക് ഇൽഹാക്ക് ചെയ്യപ്പെട്ട ഈ സിനൂൻ ബാബ് അതെന്ത് ചെയ്യും, അതിൻ്റെ ഇറാബിനെ പ്രകടമാക്കും എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത്. വമിസ്ല ഹീനിൻ ഖദ് യരിദു ദൽ ബാബ്. എന്നിട്ട് അദ്ദേഹം ഈ വരി അവസാനിപ്പിക്കുന്നത് വഹുവ ഇൻദ ഖൗമിൻ യത്വരിദ്, വഹുവ ഇൻദ ഖൗമിൻ യത്വരിദ് എന്നാണ്. ഇവിടെ ഒരു ഉദാഹരണം ഉണ്ട്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅൽഹാ അലൈഹിം കസിനീന, അല്ലാഹുമ്മ ജഅൽഹും അലൈഹിം സിനീനൻ കസിനീനി യൂസുഫ്, കസിനീനി യൂസുഫ്. അങ്ങനെ ഒരു പിന്നെ ദുആ ഉണ്ട്. പിന്നെ ഇജഅൽഹാ അലൈഹിം സിനീനൻ, സിനീനി യൂസുഫ്, യൂസുഫ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ ഖുറൈശികൾ മക്കയിൽ വെച്ച് ദ്രോഹിച്ചപ്പോൾ ആ ദ്രോഹം അസഹ്യമായപ്പോൾ, കൊടിയ പട്ടിണിയിലാക്കിയപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ വറുതിയിലാക്കിയപ്പോൾ ഖുറൈശികൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ നീ അവർക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലുണ്ടായ വറുതിയുടെ 7 വർഷം ഉണ്ടല്ലോ, വറുതിയുടെ പട്ടിണിയുടെ വർഷം, ആ ഒരു വർഷത്തെ പരീക്ഷണം നീ ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട. അപ്പോൾ യൂസുഫിൻ്റെ കാലത്തുണ്ടായിരുന്ന 7 വർഷങ്ങളിലെ ആ വറുതി പോലെയുള്ള വറുതി നൽകിയിട്ട് ഇവരെ പരീക്ഷിക്കണേ എന്നുള്ള ആ ദുആയിൽ അല്ലാഹുമ്മ ജഅൽഹാ അലൈഹിം അവർക്കെതിരിൽ നീ ആക്കണമേ, സിനീന കസിനി യൂസുഫ്, അങ്ങനെ ഉണ്ട്, സിനീന കസിനി യൂസുഫ്,
അവിടെ സിനീന എന്നുള്ളത് ജമ്മു മുദക്കർ സാലിമിലേക്ക് ഇൽഹാക്ക് ചെയ്യപ്പെട്ട ഇറാബാണ്. സിനീന സിനി യൂസുഫ്, അവിടെയും ജമ്മു മുദക്കർ സാലിമിൻ്റെ ഇറാബ് തന്നെയാണ്, അതിലേക്ക് ഇൽഹാക്ക് ചെയ്യപ്പെട്ട പദമാണ്. കാരണം എന്താ, നൂനെ കളഞ്ഞു. സിനി യൂസുഫിലേക്ക് ഇദാഫത്ത് ചെയ്തപ്പോൾ നൂനെ കളഞ്ഞു. അപ്പോൾ സിനി എന്ന് പ്രയോഗിച്ചുകൊണ്ട് സിനീന എന്ന് പ്രയോഗിച്ചുകൊണ്ട് അവിടെയൊക്കെ എന്താണ്, ജമ്മുൽ മുദക്കർ സാലിമിലേക്ക് ഇൽഹാക്ക് ചെയ്യപ്പെട്ട ഇറാബാണ്. മനസ്സിലല്ലേ? ജമ്മു മുദക്കർ സാലിം എന്ന നിലക്കുള്ള ഇറാബാണ്. ഹീനൻ എന്നതിൻ്റെ ഇറാബല്ല, ഹീനൻ എന്നതിൻ്റെ ഇറാബല്ല. എന്നാൽ അതിൻ്റെ ചില റിപ്പോർട്ടുകളിൽ സിനീനൻ കസിനീന യൂസുഫ് എന്നുണ്ട്, കസിനീനി യൂസുഫ് എന്നുണ്ട്. അവിടെ നോക്കി നിങ്ങൾ, സിനീനൻ ഇറാബ് തെളിഞ്ഞത് എവിടെയാണ്? നൂനിലാണ്, ഹീനൻ എന്നതുപോലെ, ഹീനിൻ എന്നതുപോലെ. അതേപോലെ തന്നെ കസിനീനി യൂസുഫ് ഉണ്ടാ, നൂന് കളഞ്ഞില്ല, മുദാഫ ആയിട്ടും കളഞ്ഞില്ല. ശരിക്ക് ഇത് ജമ്മുൽ മുദക്കർ സാലിമിലേക്ക് ഇൽഹാക്ക് ചെയ്യപ്പെട്ടതാണ് എങ്കിൽ നൂന് ഇവിടെ കളഞ്ഞു പോകണം. പക്ഷെ ഇവിടെ കളഞ്ഞു പോയില്ല. അപ്പോൾ ഇറാബ് ഹീനിനുള്ളത് ഇറാബാണ്. നൂനിനെ സ്ഥിരപ്പെടുത്തിയിട്ട് അവിടെയാണ് ഹർക്കത്ത് തെളിഞ്ഞത്. സിനീനൻ കസിനീനി യൂസുഫ്, ഇങ്ങനെ ഈ ദുആ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഗ്രന്ഥകാരൻ പറയുന്നത് പിന്നെ സിനൂന വ ബാബുഹു, സിനൂനയും അതിൻ്റെ ബാബും മിസ്ല ഹീനിൻ, ഹീനിനെ പോലെ ഖദ് യരിദു, എന്ത് ചിലപ്പോൾ വരും എന്നാണ്. അപ്പം മിസ്ല ഹീനിൻ, ഹീനിനെ പോലെ ഖദ് യരിദു ദൽ ബാബ്, സിനൂനയും അതിൻ്റെ ബാബും ചിലപ്പോൾ വരും. അത് കണ്ടോ, അതിൻ്റെ ഒരു ഉദാഹരണമാണ്, അത് ചിലപ്പോൾ വന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു റിവായത്ത്. മനസ്സിലായി? ഇതിൽ കവിതകളും വേറെ കാണുവാൻ സാധിക്കും നമുക്ക്. പിന്നെ അത് പിന്നെ ഉദാഹരണത്തിന് ഞാനിവിടെ ഇതൊന്ന് കേൾപ്പിച്ചു എന്ന് മാത്രം. ഖലാസ് തയ്യിബ്. എന്നിട്ട് ഗ്രന്ഥകാരൻ അവസാനിപ്പിക്കുന്നത് വഹുവ ഇൻദ ഖൗമിൻ യത്തരിദ്, വഹുവ അത് ഇൻദ ഖൗമിൻ ഒരു വിഭാഗം ആളുകളുടെ അടുക്കൽ, ഒരു വിഭാഗം വ്യാകരണ പണ്ഡിതന്മാരുടെ അടുക്കൽ അല്ലെങ്കിൽ അറബികളുടെ അടുക്കൽ യത്തരിദു ഒരു പൊതു തത്വമായി വരും എന്നാണ്. യത്തരിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തത്വമായി വരും എന്നാണ്. എന്ന് പറഞ്ഞാൽ അതെന്താ? പറഞ്ഞതിൻ്റെ ഉദ്ദേശം സിനൂനയും അതിൻ്റെ ബാബിലും മാത്രമല്ല ഹീനിനെ പോലെ പിന്നെ ഇറാബ് തെളിയുക. സിനൂന ബാബിൽ മാത്രമല്ല, പിന്നെയോ ജമ്മുൽ മുദക്കർ സാലിമിൽ മൊത്തത്തിൽ, പിന്നെ അതിൻ്റെ മുൽഹക്കായി വന്ന ഇഷ്റൂൻ, അഹ്ലൂൻ, ഉലു, ആലമൂന, ഇല്ലിയൂൻ, അറബൂൻ എന്നിവയിലൊക്കെ ഈ ഒരു വിഷയം ഈ നിലക്ക് ഇറാബ് വരും എന്നുള്ളതാണ്. ഹീനുൻ എന്നതിന് ഇറാബ് പറയുന്നത് പോലെ ജമ്മുൽ മുദക്കർ സാലിമിന് മൊത്തത്തിലും അതിൻ്റെ മുൽഹക്കായി പറയപ്പെട്ടതിലൊക്കെയും ഇറാബ് തെളിയും എന്നാണ് ചിലരുടെ അടുക്കൽ. ഇതാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുസ്ലിമൂന എന്ന് പറഞ്ഞില്ലേ, മുസ്ലിമൂന, അവിടെ മുസ്ലിമൂന എന്നുള്ളത് വാവ് കൊണ്ടാണ് ഇറാബ് തെളിഞ്ഞത്. മുസ്ലിമൂന മൂന, മനസ്സിലല്ലേ? ഇവിടെ വാവ് കൊണ്ടാണ് റഫ്. ഹാവുലായി മുസ്ലിമൂന, ഹാവുലായി മുസ്ലിമൂന, ഇവിടെ വാവ് കൊണ്ടാണ് റഫ്. ഇത് ഗ്രന്ഥകാരൻ പറയുന്നത് ചില അറബികളുടെ അടുക്കൽ വഹുവ ഈ ഹീനിനെ പോലെ ഇറാബ് ചെയ്യലുണ്ടല്ലോ, അത് ഇന്ദ ഖൗമിൻ ചില ഖൗമിൻ്റെ അടുക്കൽ, അറബികളുടെ അടുക്കൽ യത്തരിദു എന്നാണ്. യത്തരിദ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സിനൂന ബാബിൽ മാത്രമല്ല, പിന്നെ എല്ലാത്തിലും പൊതുവെ ഒരു തത്വമായിട്ടാണ് എന്നാണ് പറയുന്നത്, തത്വമായി വരുന്നതാണ്. അപ്പോൾ ഹാഹുലായി മുസ്ലിമൂന എന്ന് പറയുന്നതിന് പകരം അവരുടെ അടുക്കൽ ഹാഹുലായി മുസ്ലിമൂനു എന്നാണ്. ഹാഹുലായി മുസ്ലിമൂനു. അപ്പോൾ ഇവിടെ നോക്കി, മുസ്ലിമൂനു എന്നുള്ളതുണ്ടല്ലോ, ഇറാബ് തെളിഞ്ഞത് എവിടെയാണ്? ഇറാബ് തെളിഞ്ഞത് വാവിലല്ല, പിന്നെയോ നൂനിലാണ്. ഹാദാ ഹീനുൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഹാവുലായി മുസ്ലിമൂനു, നൂനിലാണ് എന്ത് ചെയ്തത്? ഇറാബ് തെളിഞ്ഞത്. അപ്പോൾ ഇവിടെ മുസ്ലിമൂനു എന്നുള്ളത് മർഫൂഉം ബിദ്ദമ്മത്തി, മർഫൂഉം ബിദ്ദമ്മത്തി. ജമ്മു മുദക്കർ സാലിമായിരുന്നെങ്കിൽ എങ്ങനെ പറയാം? മർഫൂഉം ബിൽ വാവി. പക്ഷേ ഇവിടെ ഈ അറബികളുടെ അടുക്കൽ കണ്ട ഹീനുൻ എന്നതിന് ഇറാബ് പറയുന്നത് പോലെ നൂനിൽ അതിൻ്റെ ഇറാബ് തെളിയുന്നത് പോലെ ഇവിടെയും ഇറാബ് നൂനിൽ തെളിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, വഹുവ ഈ ഹീനിൽ ഇറാബ് തെളിയുന്നത് പോലെ ഹറക്കത്ത് കൊണ്ട് അവസാനത്തെ അക്ഷരത്തിൽ നൂനിൽ ഇറാബ് തെളിയുക എന്നുള്ളത് ഇന്ദ ഖൗമിൻ ചില അറബികളുടെ അടുക്കൽ, ചിലരുടെ അടുക്കൽ യത്തരിദു ഒരു തത്വമായി വരും എന്നുള്ളതാണ്, തത്വമായി വരും എന്നുള്ളതാണ്. അവിടെ
പിന്നെ അത് പിന്നെ ചില പദ്യങ്ങളിലോ ചില നസ്സുകളിലോ കേൾക്കുന്ന അവസ്ഥ ഉണ്ടാകും, അതിന് സമാ എന്നാണ് പറയാം. പക്ഷേ അങ്ങനെ കേൾക്കപ്പെടുന്ന രീതിയല്ല അവരുടെ അടുക്കൽ. പിന്നെ അവരുടെ അടുക്കൽ അതൊരു തത്വമായി തന്നെ വരും എന്നുള്ളതാണ് ഇവിടെ ഈ ഗ്രന്ഥകാരൻ ഈ എത്തരിതു എന്ന് പ്രയോഗിച്ചത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഏതായാലും നമുക്കൊന്നുകൂടി ഈ വരി പറയാം. വസ്സിനൂന വബാബുഹു, സിനൂനയും അതിൻ്റെ ബാബും ജമ്മുൽ മുദക്കർ സാലിമിലേക്ക് ഇൽഹാഖ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ചേർക്കപ്പെട്ടിരിക്കുന്നു. വമിസ്ല ഹീനിൻ, ഹീനിനെ പോലെ ഖദ് യരിദുൽ ബാബു, ഈ ബാബ് സിനൂനയും ബാബും ചിലപ്പോൾ വരും. നമ്മൾ പറഞ്ഞു എന്താണ് ഹീനിനെ പോലെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീനിൽ നൂനിലാണ് അതിൻ്റെ ഇറാബ് തെളിയുക ഹറക്കത്ത് കൊണ്ട്. ഹീനുൻ, ഹീനൻ, ഹീനിൻ, ഇങ്ങനെ. ജമ്മുൽ മുദക്കർ സാലിമിൽ അങ്ങനെയല്ലല്ലോ, വാവ് കൊണ്ട് റഫ്, യാ കൊണ്ട് ജറു നസ്ബു ആണല്ലോ. പക്ഷേ ഹീനിൽ അങ്ങനെയല്ല. ഹീൻ എന്നുള്ളത് ജമ്മുൽ മുദക്കർ സാലിമല്ല, ജമ്മുൽ മുദക്കർ സാലിമല്ല, പിന്നെ അതൊരു മുഫ്രദായ പദമാണ്. അപ്പോൾ അതിൽ ഹറക്കത്ത് അവസാനത്തിൽ തെളിയുന്നത് പോലെ സിനൂനയിലും അതിൻ്റെ ബാബിലും എന്ത് ചെയ്യും, ഹറക്കത്ത് ഇറാബ് ഹറക്കത്ത് കൊണ്ട് തെളിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളത് മനസ്സിലാക്കി. ഈ ഒരു രീതി വഹുവ ഇൻദ ഖൗമിൻ, ചില അറബികളുടെ അടുക്കൽ, ചില ഖൗമിൻ്റെ അടുക്കൽ യത്തരിതു, അത് സിനൂന ബാബിന് മാത്രമല്ല, പിന്നെയോ ജമ്മു മുദക്കർ സാലിമിനും മൊത്തത്തിൽ അതിൻ്റെ മുൽഹക്കായി വരുന്ന ജമ്മുകളിൽ മൊത്തത്തിൽ ഒരു നിയമമായിട്ട് ഉണ്ട്. അവർ വാവ് കൊണ്ടല്ല റഫ് ചെയ്യുന്നത്, യാ കൊണ്ടല്ല ജറുൻ നസ്ബും ചെയ്യുന്നത്, പിന്നെയോ നൂനിൽ തെളിയുന്ന ദമ്മത്തിൽ, അതേപോലെ നൂനിൽ തെളിയുന്ന ഫതഹത്തിൽ, നൂനിൽ തെളിയുന്ന കസ്റത്തിൽ, അതുകൊണ്ടാണ് അവർ ഇറാബ് ചെയ്യുന്നത് എന്നാണ് അവിടെ പറയുന്നത്. ഖലാസ്, ഇതാണ് ഇപ്പോൾ ഈ ജമ്മുൽ മുദക്കർ സാലിമിൻ്റെ മുൽഹഖായ ഇസ്മുകളുടെ വിഷയത്തിൽ ഗ്രന്ഥകാരൻ നൽകിയ വരി. നമുക്കതൊന്ന് വായിച്ച് അവസാനിപ്പിക്കാം. വശിബിഹിദൈനിൻ വബിഹി ഉശ്റൂന വബാബുഹു ഉൽഹിഖ വൽ അഹ്ലൂന ഉലു വആലാമൂന ഇല്ലിയൂന വഅറദൂന ശദ്ദ വസ്സീനൂന വബാബുഹു വമിസ്ല ഹീനിൻ ഖദ് യരിദ് ദൽ ബാബു വഹുവ ഇൻദ ഖൗമി യത്തരിദ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഈ ജമ്മുൽ മുദക്കർ സാലിമിൻ്റെ വിഷയത്തിൽ 2 വരികൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് തുടർന്ന് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.